പുകച്ചുരുൾ ഭേദിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു നിൽക്കുന്നവൻ്റെ മുഖം കണ്ടതും സുപ്രിയ ഒരു ഞെട്ടലോടെ അവൻ്റെ പേരുരുവിട്ടു. സഞ്ജയ്. അതെ, സഞ്ജയ് തന്നെ. എന്തേ മോൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? നീ ഇതിനെ അനുഭവിക്കും സഞ്ജയ്. നീ ആരോടാ കളിക്കുന്നതെന്നറിയാമോ? എൻ്റെ ഡാഡ് അറിഞ്ഞ നിന്നെ കൊന്നു തള്ളും. സുപ്രിയ വീരോടെ അവനെ നോക്കി പറഞ്ഞു. ഒന്ന് എണീക്കാൻ പോലും ആവതില്ല. എന്നിട്ടും പുന്നാരമോളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഞാനെന്തിനാ നിന്നെ പേടിക്കുന്നേ? നിന്നെ പോലൊരു പന്നമോനെ പേടിക്കേണ്ട കാര്യം എനിക്കില്ല. സുപ്രിയ അത് പറഞ്ഞു തീർന്നതും തന്നെ സഞ്ജയ് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടി പന്ന മോള്, നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് നീ വല്ലതും പറഞ്ഞ ആദ്യം അരിഞ്ഞെടുക്കുന്നത് നിന്റെ ഈ നാവായിരിക്കും. അത്രയും പറഞ്ഞിട്ട് അവളുടെ കഴുത്തിൽ നിന്നും പിടിവിട്ട ശേഷം അവളെ കെട്ടിയിട്ടിരുന്ന ചെയറിൽ സഞ്ജയ് ഊക്കോടുകൂടെ ചവിട്ടി. ചെയറിനൊപ്പം സുപ്രിയയും പുറകിലേക്ക് തെറിച്ച് ചുമരിൽ ഇടിച്ചു നിന്നു. സഞ്ജയുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ സുപ്രിയയുടെ തല ശക്തിയായി ചുമരിലിടിച്ചു. വേദന കൊണ്ട് അവൾ അലറി വിളിച്ചതും അത് കണ്ട് സഞ്ജയ് അട്ടഹസിച്ച് ചിരിച്ചു. ദത്തൻ്റെ കോള് കണ്ടതും കർണൻ ഒരു ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ചെവിയോട് ചേർത്തു. എന്തായി ദത്ത, അവളെ കിട്ടിയോ? ഇല്ല കർണ, അതിനു മുന്നേ വേറെ ആരൊക്കെയോ ചേർന്ന് അവളെ കൊണ്ടുപോയി. വാട്ട്? കേട്ടത് വിശ്വസിക്കാനാവാതെ കർണൻ അത് ചോദിച്ചതും ദത്തൻ പറഞ്ഞു. ഞാൻ അവർക്ക് പിന്നാലെ തന്നെ വന്നു. ഞാൻ ലൊക്കേഷൻ അയക്കാം. നീയും അനിരുദ്ധും വേഗം വാ. ഞാനിവിടെ പുറത്ത് അവർ കാണാതെ കുറച്ച് മാറി കാർ പാർക്ക് ചെയ്ത് നിൽക്കുക. നിങ്ങൾ കൂടെ വന്നിട്ട് അകത്തേക്ക് പോകാമെന്ന് കരുതി. നീ അവിടെ തന്നെ നിൽക്ക്. ഞങ്ങളൊരു 10 മിനിറ്റ് അതിനുള്ളിൽ അവിടെ എത്തിയിരിക്കും. അത്രയും പറഞ്ഞ് ഫോൺ ഓഫാക്കിയ ശേഷം അനിരുദ്ധിനെ അവൻ നോക്കി. ആ നോട്ടം മനസ്സിലായതുപോലെ കർണനു പിന്നാലെ തന്നെ അവനും കാറിൽ കയറി. പിന്നെ ഒന്നും പറയാതെ അവൻ വണ്ടി ചീറിപ്പായിച്ച് മുന്നോട്ടെടുത്തു. സഞ്ജയ് അവളുടെ കരണത്തെ മാറി മാറി പ്രഹരിച്ചുകൊണ്ടിരുന്നു. അവളുടെ വായിൽ നിന്ന് കൊഴുത്ത ചോരയ്ക്കൊപ്പം അവളുടെ പല്ലിളകി വന്നിട്ടും അവൻ കലിയോടെ അവളെ വീണ്ടും അടിച്ചു. സുപ്രിയ അവൻ്റെ നേരെ വിക്കി വിക്കി പറഞ്ഞു. ഇനി തല്ലരുത്. ഞാൻ നിങ്ങൾ പറയുന്ന എന്ത് വേണമോ ചെയ്തു തരാം. സുപ്രിയ നിറമിഴികളോട് അവനെ നോക്കി പറഞ്ഞു. അവൻ അവളെ അടിക്കുന്നത് നിർത്തി ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന എന്തു നീ തരുമോ? എനിക്ക് തരുമോന്ന്? അതിനവൾ അതേന്ന് തലയാട്ടി. എങ്കിത്തോ, എൻ്റെ അമ്മയെത്തോ. അതൊരലർച്ചയായിരുന്നു. സുപ്രിയ ഒന്ന് നടുങ്ങി. അവനിലെ ദേഷ്യം കാണും തോറും തൻ്റെ മരണവും ഉറപ്പായി എന്ന് തന്നെ തോന്നി. എന്താടി, കേട്ടില്ല നീ? എനിക്കെൻ്റെ അമ്മയെ കാണണം. വേണം, അമ്മയെ വേണം എനിക്ക്. തരാൻ പറ്റുമോ നിനക്ക്? തരാൻ പറ്റുമോന്ന്? വീണ്ടും അവളുടെ കരണത്തടിച്ച ശേഷം കഴുത്തിന് കുത്തിപ്പിടിച്ച് അത് ചോദിച്ച ശേഷം അവളിലെ പിടിവിട്ട് അവിടെയുള്ള ടേബിളിൽ ഊക്കോടുകൂടെ ഇടിച്ചു. അവനവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരിച്ചു മണ്ണടിഞ്ഞ എൻ്റെ അമ്മയെ എങ്ങനെ തരുമല്ലേ? നിന്റെ തന്ത എന്ന് പറയുന്ന പന്ന മോനുണ്ടാക്കിയ ജന്മം എൻ്റെയും. അതുകൊണ്ട് തന്നെ തന്തയുടെ കോളത്തിൽ അന്നും ഇന്നും തന്ത മരിച്ചു പോയെന്ന് തന്നെയാ എവിടെയും കൊടുത്തിട്ടുള്ളത്. ജീവിതത്തിൽ ആകെ എനിക്കെന്ന് പറയാനും സ്നേഹിക്കാനും ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ മാത്രമായിരുന്നു. ഒരിക്കൽ നിന്റെ തന്തയുടെ മുന്നിൽ ഒരു ജീവിതത്തിന് വേണ്ടി കേണൻ്റെ അമ്മയെയും എന്നെയും അയാൾ ആട്ടിപ്പായിപ്പിച്ചു. പിന്നെ ഒരിക്കലും അയാൾക്ക് മുൻപിൽ കേണിട്ടില്ല എൻ്റെ അമ്മ. പക്ഷേ എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അയാൾ പട്ടിയെ പോലെ തല്ലി ചതച്ചു. അന്നത്തെ ആ ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത വിധം നിസ്സഹനായ ഒരു കുഞ്ഞുകുട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയെ തല്ലുന്ന അയാളുള്ള ദേഷ്യം വൈരാഗ്യവും ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ ബോഡിയിൽ അലിഞ്ഞു ചേർന്ന് കൂടിക്കൊണ്ട് തന്നെയിരുന്നു. നിന്റെ തന്തയുടെ മുൻപിൽ എൻ്റെ അമ്മയെ മഹാറാണിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാ പഠിക്കുമ്പോഴും തെറ്റായ മാർഗത്തിൽ പണം സമ്പാദിക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിനു മുന്നേ എൻ്റെ അമ്മയെ കൊന്നു കളഞ്ഞില്ലടി ആ പന്ന മോൻ. നീ ചാവണം, അതാ ഞാൻ അയാൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ. എൻ്റെ അമ്മയുടെ മരണത്തിൽ ഞാൻ എത്രമാത്രം നീറിയോ അതിലും ഉച്ചത്തിൽ അയാൾ നീറിക്കൊണ്ട് നിന്റെ മരണത്തിൽ നിലവിളിക്കണം. അത് കണ്ട് നീറി ചാവണം അയാൾ. അങ്ങനെ അയാൾ ചത്തില്ലെങ്കിൽ നിനക്ക് തരുന്നതിലും വലിയൊരു മരണം അയാൾക്ക് ഞാൻ നൽകിയിരിക്കും. സഞ്ജയ് അവൻ്റെ അരയിൽ നിന്നും ഗണ്ണെടുത്ത് സുപ്രിയയ്ക്ക് നേരെ ചൂണ്ടി. ഇനി നിന്നിൽ ജീവൻ അവശേഷിക്കാൻ പാടില്ല. ഇതിലെ ഓരോ ബുള്ളറ്റും അത് നിന്റെ നെഞ്ചിൽ തറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത്രയും പറഞ്ഞ് സഞ്ജയ് അവൾക്ക് നേരെ ഗൺ ഷൂട്ട് ചെയ്യാനാഞ്ഞതും പിന്നിൽ നിന്നും ശക്തിയായി കമ്പി കൊണ്ടുള്ള പ്രഹരം അവൻ്റെ തലക്കേറ്റിരുന്നു. സഞ്ജയുടെ കയ്യിൽ നിന്നും ഗൺ താഴേക്ക് വീണു. സുപ്രിയ ഇപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കുവാണ്. മുന്നിൽ നടക്കുന്നതൊന്നും അറിയാതെ അവളിൽ സഞ്ജയുടെ ഗണ്ണിൽ നിന്നും തനിക്ക് നേരെ വരാൻ പോകുന്ന ബുള്ളറ്റിൻ്റെ ചിന്തയായിരുന്നു. സഞ്ജയ് തലയ്ക്ക് കൈവച്ച് നോക്കുമ്പോൾ തല പൊട്ടി ചോര വാർന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇരുമ്പ് ദണ്ടുമായി നിൽക്കുന്ന കിരണിനെയാണ്.
കിരണിനെ കണ്ടതും സഞ്ജയ് ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു. കൂടെ നിന്ന് ചതിക്കുമായിരുന്നു അല്ലട പന്ന മോനെ. അതെ, കൂടെ നിന്ന് ചതിക്കുമായിരുന്നു. നിന്റെ സാമ്രാജ്യം, അതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ നീ കരുതും പോലെ എന്നും നിന്റെ അടിമയായി കഴിയാനല്ല ഞാൻ നിനക്കൊപ്പം നിന്നത്. നിന്നെ കൊല്ലുമ്പോഴും കിട്ടുന്നത് കോടികളാണ്, കോടികൾ. എടോ. അത്രയും പറഞ്ഞ് സഞ്ജയ് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ആഞ്ഞതും പിന്നിൽ നിന്നും ഇരുപതണ്ട് അവൻ്റെ വയറ്റിലേക്ക് തുളച്ചു കയറി. സഞ്ജയുടെ അലറിയുള്ള വിളികേട്ട് സുപ്രിയ കണ്ണു തുറന്ന് മുന്നിലേക്ക് നോക്കിയതും കണ്ടു സഞ്ജയുടെ വയറ്റിലേക്ക് ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റുന്ന ജനാർദ്ദന വർമ്മയെ. അത് കണ്ടതും അവളുടെ ചുണ്ടിൽ സഞ്ജയ്ക്ക് നേരെ ഒരു പുച്ഛം കലർന്ന ചിരി ഉതിർന്നു. സഞ്ജയ് നിലത്തേക്ക് വീണു ജീവന് വേണ്ടി പിടയുന്നത് കണ്ടതും അയാൾ അവന് നേരെ അട്ടസിച്ച് ചിരിച്ചു. ആ സമയം കൊണ്ട് കിരൺ സുപ്രിയയെ കെട്ടിയിരിക്കുന്ന കെട്ടഴിച്ചു മാറ്റി. ജനാർദ്ദന വർമ്മയുടെ രണ്ട് സൈഡിലായി കിരണും സുപ്രിയയും വന്നു നിന്നു. നീ എന്താട കരുതിയേ എൻ്റെ മോളെ കൊന്ന് എന്നോട് പ്രതികാരം വീട്ടാമെന്നോ? ഇല്ല സഞ്ജയ്, അതിന് നീ ആയിട്ടില്ല. കാരണം നിന്നെ ജനിപ്പിച്ച തന്ത ഞാനാണെങ്കിലും നിന്റെ ശരീരത്തിൽ ഓടുന്നത് നിന്റെ ആ പൊന്നമ്മയുടെ രക്തമാണ്. അത്രയും പറഞ്ഞ ശേഷം അയാൾ കിരണിനെ നോക്കിയ ശേഷം സഞ്ജയെ നോക്കി പറഞ്ഞു, ഇവൻ നിന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഇവൻ്റെ ലക്ഷ്യം നിന്റെ സ്വത്തുക്കളായിരുന്നു എന്നറിഞ്ഞതും ഇവൻ എനിക്ക് പറ്റിയ ആളാണെന്ന് മനസ്സിലായി. ഇവനിൽ നിന്നും നീ എൻ്റെ മകളെ കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്നറിഞ്ഞതും അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ മോളെ നിനക്കിട്ടു തന്നതാ, നിന്നെ കൊല്ലുക എന്നൊരേ ലക്ഷ്യത്തോടെ. അത്രയും പറഞ്ഞ് അയാൾ ചിരിക്കുമ്പോൾ ആ ചിരി കിരണിലും സുപ്രിയയിലും വ്യാപിച്ചു. സാർ, ഇവനിനി ജീവിക്കില്ല. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോകാം. ഇതത്ര സേഫായ പ്ലേസ് അല്ല. കിരൺ അത് പറഞ്ഞതും ജനാർദ്ദന വർമ്മയും സുപ്രിയയും സഞ്ജയുടെ അടഞ്ഞു പോകുന്ന കണ്ണുകളിലേക്ക് നോക്കി വിജയ് ചിരിയോടെ പുറത്തേക്ക് പാഞ്ഞു. കണ്ണനും അനിരുദ്ധും വന്നതും തന്നെ ദത്തൻ കാറിൽ നിന്നും ഇറങ്ങി. അവർ വേഗം കാടിനകത്തായി കാണുന്ന ആ കെട്ടിടത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ അങ്ങോട്ടേക്ക് പാഞ്ഞു. മൂവരും അവിടെ എത്തുമ്പോൾ ധൃതിയിൽ കാറിലേക്ക് കയറുന്ന ജനാർദ്ദന വർമ്മയെയും സുപ്രിയയും കിരണിനെയുമാണ് കണ്ടത്. ഇവരെന്താ ഇവിടെ? അനിരുദ്ധ് കർണനെ നോക്കി ചോദിച്ചു. അവരുടെ ആ പോക്കിൽ എന്തോ പന്തികേട് പോലെ. തൽക്കാലം അവർ പോയ ശേഷം അകത്തേക്ക് കയറി നോക്കാം. അത്രയും പറഞ്ഞ് അവരുടെ കാർ അവിടെ നിന്നും മറയുന്നത് വരെ കർണനും ദത്തനും അനിരുദ്ധും അവിടെ തന്നെ നിന്നു. മുന്നിലെ ഡോർ ശക്തിയായി ഇടിച്ചു തുറന്ന് കർണൻ അകത്തേക്ക് വന്നതും രക്തത്തിൽ കുളിച്ചു കിടന്ന സഞ്ജയെ കണ്ടൊരു നടുക്കത്തോടെ കർണൻ വിളിച്ചു, അനിരുദ്ധ്. അനിരുദ്ധും ദത്തനും കർണൻ്റെ സൗണ്ട് കേട്ട് അവിടെ വരുമ്പോൾ അവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. കർണൻ വേഗം നിലത്തേക്കിരുന്ന് സഞ്ജയുടെ കവിളിൽ തട്ടി വിളിച്ചു, ഹേയ് സഞ്ജയ്. ആരുടെയോ സാമീപ്യം അറിഞ്ഞതും സഞ്ജയ് കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിലിരിക്കുന്ന കർണനെ കണ്ടതും സഞ്ജയുടെ കണ്ണുകൾ നിറഞ്ഞു. സഞ്ജയ് കർണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മാപ്പ് എല്ലാറ്റിനും. പലരോടും ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷയാണ് എൻ്റെ ഈ മരണം. പക്ഷേ പല്ലവി, അവളെ സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ആത്മാർത്ഥമായിട്ടാണ്. പല്ലവി, അവൾ ഈ കയ്യിൽ സുരക്ഷിതയായിരിക്കും എന്നെനിക്കറിയാം. ഒരിക്കലും അവളെ വിട്ട് കളയരുത്. അങ്ങനെ ചെയ്യില്ലെന്നും അറിയാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൾ ഈ സഞ്ജയുടെ പെണ്ണായിരിക്കും. അന്ന് ഞാൻ വിട്ടുതരില്ല ഒരു കർണനും. അത്രയും പറഞ്ഞു തീരുമ്പോൾ സഞ്ജയിലെ അവസാന ശ്വാസവും അവനിൽ നിന്നും നഷ്ടമായിരുന്നു. ഫോണിലൂടെ സഞ്ജയുടെ മരണം ഒരു നടുക്കത്തോടെ പല്ലവി കേട്ട് നിന്നു. അച്ചുവും സൂര്യയും കാർത്തികയും വരും അവർക്കൊപ്പം. നീ വേഗം വാ, മോളെ അമ്മയെ ഏൽപ്പിച്ചാൽ മതി. കർണൻ അത്രയും പറയുമ്പോൾ പല്ലവി യാന്ത്രികമായി തലയാട്ടി. പുറത്ത് കാറിൻ്റെ സൗണ്ട് കേട്ടതും എത്തുമോളെ രേവതിയെ ഏൽപ്പിച്ചു. അച്ചുവിനും കാർത്തികയ്ക്കുമൊക്കെ ഒപ്പം കാറിൽ കയറി പോയിരുന്നു. നദിക്കരയിൽ കൂട്ടിവെച്ച വിറകളുടെ മുകളിൽ സഞ്ജയെ കിടത്തി. കണ്ണൻ അപ്പോഴും സഞ്ജയുടെ വാക്കുകളായിരുന്നു മനസ്സിൽ. എത്രയൊക്കെ ശത്രുവായാലും മരണം അതയാൾക്ക് വരിക്കുമ്പോൾ നമുക്കുള്ളിലെ ശത്രുത പോലും മാഞ്ഞു പോകും. കണ്ണൻ്റെ മനസ്സ് അവൻ പറഞ്ഞ മാപ്പ് എന്ന വാക്കിൽ തന്നെ കുരുങ്ങിക്കിടന്നു. കർണനൊപ്പം അനിരുദ്ധ്, ദത്തൻ, പല്ലവി, അർച്ചന, സൂര്യ, കാർത്തിക എന്നിവരുമുണ്ടായിരുന്നു. കർണൻ തന്നെ മുന്നിൽ നിന്ന് കർമ്മങ്ങൾ ചെയ്തു. കർമ്മി പറഞ്ഞു കൊടുത്തതുപോലെ നദിയിൽ മുങ്ങി നിവർന്ന് ഒരു കുടം വെള്ളവുമായി അവൻ്റെ ചിതയ്ക്ക് മുന്നിൽ വലം വെച്ച ശേഷം കർമ്മി കൊടുത്ത തീ ആ ചിതയിലേക്ക് വയ്ക്കാനാഞ്ഞതും അരുത്, കത്തിക്കരുത് എന്നുള്ളൊരു സ്ത്രീ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. ഒരു മഞ്ഞ കോട്ടൺ സാരി ഉടുത്ത് വെളുത്ത് കൊല്ലുന്നതിന് പോലെയുള്ളൊരു സ്ത്രീ രൂപം. അവരുടെ കയ്യിലെ 3 വയസ്സ് പ്രായമുള്ള ഒരാൺകുട്ടിയും ഇരിപ്പുണ്ട്. അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ചിതയ്ക്ക് മുന്നിൽ വന്നു നിന്നു. അവൻ്റെ മുഖം മറച്ചിരുന്ന തടിക്കഷ്ണം എടുത്തു മാറ്റിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഒപ്പം ആ കുഞ്ഞിൻ്റെ മുഖം അവനിലേക്ക് അടുപ്പിച്ച് ചുംബിക്കുകയും ചെയ്തു.
പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാനാവാതെ കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഓടിപ്പോകുന്ന അവളെ തന്നെ എല്ലാവരും നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും കർമ്മിച്ചിതയിൽ തീ കത്തിക്കാൻ പറഞ്ഞതും കർണൻ ചിതയ്ക്ക് തീ കൊളുത്തി. സഞ്ജയുടെ കത്തിയമരുന്ന ചിത കണ്ടതും അവൾ തിരിഞ്ഞു നിന്ന് അലമുറയിട്ട് കരഞ്ഞു. അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി. അവൾ നിലത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് വീണു. അത് കണ്ടതും പല്ലവിയും അർച്ചനയും എല്ലാവരും അവൾക്കടുത്തായി പാഞ്ഞു വന്നു. കുഞ്ഞിനെ സൂര്യകരങ്ങളിലെടുത്തതും പല്ലവിയും അർച്ചനയും കാർത്തികയും കൂടെ അവളെ നിലത്തുനിന്നും താങ്ങി പിടിച്ചെണീപ്പിക്കുമ്പോഴും അവരുടെ കരങ്ങളിൽ ബോധമില്ലാതെ തന്നെ കിടന്നു. അവൾ കണ്ണു തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ തന്നെ നോക്കി. അവസാനം തനിക്ക് പരിചിതമായ ആ മുഖം അവൾ അവിടെ കണ്ടു, പല്ലവിയുടെ. മെല്ലെ ബെഡിലേക്ക് എണീറ്റിരിക്കാൻ ശ്രമിക്കുന്ന അവളെ അർച്ചനയും കാർത്തികയും താങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. അവൾ പല്ലവിയെ നോക്കി ചോദിച്ചു, എൻ്റെ മോനെവിടെ? അവനിവിടെ തന്നെയുണ്ട്, പേടിക്കേണ്ട, ആള് നല്ല ഉറക്കത്തിലാ. കർണനും ദത്തനും അനിരുദ്ധും അകത്തേക്ക് വരുമ്പോൾ അവൾ അവരെ തന്നെ ഉറ്റുനോക്കി. കർണൻ അവൾക്കരികിൽ കിടന്ന് ചെയറിലേക്ക് ഇരുന്നതും പല്ലവി അവൾക്കടുത്തായി ബെഡിലേക്കിരുന്നു. തനിക്ക് ഞങ്ങൾ ആരെന്ന് വല്ലതും അറിയാമോ? അതിനവൾ കർണനെ നോക്കി പറഞ്ഞു, കർണൻ സാർ, ഇത് സാറിൻ്റെ വൈഫ് പല്ലവി. അത്രയും അവരെ നോക്കി അവൾ പറയുമ്പോൾ അവർ അതിശയത്തോടെ അവളെ നോക്കിയിരുന്നു. താൻ സഞ്ജയുടെ? അത് ചോദിക്കുമ്പോൾ അത് പൂർണ്ണമാക്കാതെ കർണൻ ചോദിച്ചു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം താൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപിൽ അവൾ ആരെന്നും സഞ്ജയും അവളും തമ്മിലുള്ള ബന്ധം എന്തെന്നും പറയാൻ അവൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. എൻ്റെ പേര് ദേവയാനി. അച്ഛൻ മരിച്ചതിൽ പിന്നെ എൻ്റെ അമ്മയും ഞാനും മാത്രമായി. ഫാഷൻ, അതായിരുന്നു എൻ്റെ പ്രൊഫഷൻ. അതിലൂടെ അഭിനയം. ഒരു ചാനൽ പ്രോഗ്രാമിൽ വച്ചായിരുന്നു സിനിമ പ്രൊഡക്ഷൻ സഞ്ജയെ പരിചയപ്പെടുന്നത്. അദ്ദേഹം വഴി സിനിമയിലെത്തുമ്പോൾ വലിയ ത്രില്ലിംഗ് ആയിരുന്നു. എൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു സിമ്പതി തോന്നി. അദ്ദേഹത്തെ പോലൊരു ചുറ്റുപാടിൽ നിന്നും വന്നതുകൊണ്ടാവാം എന്നെയും അമ്മയെയും ഒരുപാട് സഹായിച്ചു. അമ്മയ്ക്ക് അദ്ദേഹം എന്നാൽ ജീവനായിരുന്നു. എൻ്റെ അമ്മയിൽ അദ്ദേഹം തൻ്റെ അമ്മയെ കണ്ട് സ്നേഹിച്ചു. ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നു പോയിരുന്നു. പലരും അതിന് പല അർത്ഥങ്ങളും ചാർത്തി തരുമ്പോൾ അദ്ദേഹം എന്നെ ഒരു നല്ല ഫ്രണ്ടായി തന്നെ കണ്ടു കൂടെ കൂട്ടി. സഞ്ജയുടെ ജീവിതം ഒരുപാട് വഴിവിട്ട് സഞ്ചരിച്ചു. പല പെൺകുട്ടികളുടെയും ജീവിതം അയാൾ കാരണം നശിക്കുമ്പോഴും എന്നെ അയാൾ മറ്റൊരു രീതിയിൽ കാണുകയോ മറ്റുള്ളവരുടെ കാമ കണ്ണുകളിലേക്ക് ഇട്ടുകൊടുക്കുകയോ ചെയ്തിരുന്നില്ല. എൻ്റെ മനസ്സിൽ പക്ഷേ സഞ്ജയോട് പ്രണയമായിരുന്നു. എന്നാൽ സഞ്ജയുടെ പ്രണയം പല്ലവി എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു. അത് കേൾക്കുമ്പോൾ പല്ലവി അവളെ തന്നെ നോക്കിയിരുന്നു. സഞ്ജയുടെ സന്തോഷം അതായിരുന്നു എനിക്ക് വലുത്. കാരണം ഞാനും എൻ്റെ അമ്മയും എന്നും സഞ്ജയ്ക്ക് കടപ്പെട്ടവരാണ്. സഞ്ജയുടെ ദാനമായിരുന്നു ഞങ്ങളുടെ ജീവൻ. അച്ഛൻ മരിച്ചപ്പോൾ തകർന്നു പോയി ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു സഞ്ജയുടെ സാമീപ്യവും സ്നേഹവും. അതൊരിക്കലും നഷ്ടമാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒപ്പം സഞ്ജയുടെ സന്തോഷവും. പല്ലവിയോടുള്ള പ്രണയം തുറന്നു പറയാൻ ഞാൻ ഒരുപാട് പറഞ്ഞു. എന്നാൽ നീ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന പേടിയായിരുന്നു അവന്. കാരണം അവൻ്റെ കുത്തൊഴിഞ്ഞ ജീവിതത്തിൽ ആരോടെങ്കിലും പ്രണയം തോന്നുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പല്ലവിയുടെ ചേച്ചിയാണ് പവിത്ര എന്നറിഞ്ഞതും പവിത്രയിൽ കൂടെ അവളുടെ ഇഷ്ടം അറിയിക്കാൻ ശ്രമിച്ചു. അതിന് അരവിന്ദിനെയും കൂട്ടുപിടിച്ചു. എന്നാൽ പല്ലവിയെ കണ്ട അരവിന്ദ് പല്ലവിയിൽ അവന് തോന്നിയ മോഹം കാരണം സഞ്ജയുടെ പ്രണയം പറയാതെ മറച്ചവൻ അവളെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞു. അരവിന്ദ് പല്ലവിക്ക് വേണ്ടി ഒരുക്കുന്ന ട്രാപ്പാണെന്നും അറിയാതെ അവൾ അതിൽ വന്ന് പെടുമ്പോൾ അതിന് കൂട്ടുനിന്നത് അവളുടെ സ്വന്തം ചേച്ചിയും. ദേവയാനി അത്രയും പറഞ്ഞു നിർത്തി നോക്കുമ്പോൾ പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കതെല്ലാം പുതിയ അറിവുകളായിരുന്നു. സഞ്ജയ് സ്നേഹിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും എപ്പോൾ എങ്ങനെയെന്നും അവൾക്കറിയില്ലായിരുന്നു. സഞ്ജയെ പോലും ആദ്യം കാണുന്നത് തന്നെ ഹോസ്പിറ്റൽ മുന്നിലിട്ട് തല്ലിയ ചേച്ചിയെ തടഞ്ഞുകൊണ്ട് അവളെ തല്ലി ചതയ്ക്കുന്ന സഞ്ജയെ ആയിരുന്നു. അവളുടെ ഓർമ്മകൾ ആ ദിവസത്തിൽ ഒരു വേള എത്തി നിന്നു. കർണൻ പല്ലവിയെ തന്നെ ഒരു നിമിഷം നോക്കി. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ദേവയാനി വീണ്ടും പറഞ്ഞു തുടങ്ങി. അരവിന്ദ് സഞ്ജയെ കാണാൻ വന്നിരുന്നു ഒരു ദിവസം. പല്ലവിയോട് സഞ്ജയ് പ്രണയിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ താൻ സഞ്ജയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും താൻ സ്നേഹിക്കുന്നത് അരവിന്ദിനെയാണെന്നും അവൻ പറഞ്ഞു. അരവിന്ദില്ലെങ്കിൽ അവൾ മരിക്കുമെന്നും. പല്ലവിയിൽ തൻ്റെ അമ്മയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടതുകൊണ്ട് തന്നെ അവളെ വിഷമിപ്പിക്കാൻ സഞ്ജയ്ക്ക് തോന്നിയില്ല. അവൻ ഒരുപാട് കരഞ്ഞു. ഞാൻ ആദ്യമായി സഞ്ജയെ കരയുന്ന അവസ്ഥയിൽ കാണുന്നത് പോലും തന്നെ. കുറച്ചുനാൾ മദ്യം, മയക്കുമരുന്ന്, അതിൻ്റെ പിന്നാലെ പാഞ്ഞ് പല്ലവിയെ മറക്കാൻ. എന്നാൽ ആ അവസ്ഥ തുടർന്നാൽ സഞ്ജയ് വീണ്ടും വലിയൊരു നാശത്തിലേക്ക് പോയാലോ എന്നോർത്ത് ഞാനന്ന് സഞ്ജയുടെ ഫ്ലാറ്റിൽ ചെന്നു. അന്നത്തെ ദിവസം എൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നതെന്നറിയാതെ ഞാൻ അവിടെ എത്തുമ്പോൾ ബെഡിൽ ബോധമറഞ്ഞ് കിടക്കുവായിരുന്നു സഞ്ജയ്.
തട്ടി വിളിച്ച് പതുക്കെ ബെഡിലേക്ക് ഇരുത്തുമ്പോൾ എന്നെ തന്നെ ഉറ്റുനോക്കി പൊടുന്നനെ പല്ലവി എന്ന് പറഞ്ഞെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരു നിമിഷം സഞ്ജയ് കുടിച്ച ലഹരിയുടെ പുറത്ത് എന്നെ പല്ലവിയായി തോന്നി. പല്ലവി എന്ന് കരുതി എന്നിലെ സ്ത്രീ അവനറിയുമ്പോൾ ഞാൻ തടഞ്ഞില്ല. അതിന് കഴിഞ്ഞില്ലെന്നെനിക്ക് അതിന് കാരണം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എൻ്റെ സഞ്ജയെ. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ മാറിൽ ഒരു തുണ്ടു തുണി പോലും ഇല്ലാതെ ഒരു പുതപ്പിൻ കീഴിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന എന്നെ കണ്ട് സമനില തെറ്റിയവനെ പോലെ അലറി. ഒരിക്കലും എന്നെ അവൻ ആ രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷേ അവനിൽ നിന്നും തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞതും വല്ലാത്ത ദേഷ്യം തോന്നി അവനോട് തന്നെ. എന്ന് സഞ്ജയ് തന്നെ വീട്ടിലാക്കി എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. പോകാൻ നേരം മറ്റെങ്ങോ നോക്കി പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി. അതൊരിക്കലും നീ എന്ന് കരുതിയല്ല. ചെയ്തതെന്ന് നിനക്കും എനിക്കും അറിയാം. ഇനി നിനക്ക് മുൻപിൽ ഞാൻ വരില്ല. പക്ഷേ നിന്റെ എന്താവശ്യവും അറിയിച്ചാൽ മതി, ചെയ്തു തന്നിരിക്കും. അത്രയും മാത്രം പറഞ്ഞ് എന്നെ നോക്കാതെ സഞ്ജയ് പോകുമ്പോൾ വല്ലാത്ത വിഷമം തോന്നി. പിന്നെ ഞാൻ സഞ്ജയെ കണ്ടില്ല. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾക്കായുള്ള പണം എൻ്റെ അക്കൗണ്ടിൽ മൊത്തമായി ഇട്ടിട്ടാണ് പോയത്. ഒരുപക്ഷെ ആ രാത്രിയിൽ എന്നോട് ചെയ്തു പോയ തെറ്റിൻ്റെ പ്രതിഫലം എന്നവണ്ണം. സഞ്ജയെ മറക്കാൻ ശ്രമിച്ചു ഞാൻ. പക്ഷേ അതിനെ കഴിയാത്ത വിധം സഞ്ജയുടെ കുഞ്ഞെൻ്റെ വയറ്റിൽ മുളപൊട്ടി. അമ്മയോടെല്ലാം പറയുമ്പോൾ ആദ്യം എന്നെ തല്ലി, പിന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. കുഞ്ഞിനെ പ്രസവിക്കാൻ തന്നെ തീരുമാനിച്ചു. ലൈഫിൽ ഇനി ഒരു ജീവിതം എനിക്കില്ല. കാരണം ഞാൻ ആദ്യമായും അവസാനമായും പ്രണയിച്ചത് സഞ്ജയ് ആയതുകൊണ്ട് തന്നെ സഞ്ജയുടെ ഓർമ്മകൾ എന്നിൽ എന്നും ഉണ്ടാവാൻ വേണ്ടിയാകും ആ കുഞ്ഞിനെ എനിക്ക് കിട്ടിയതെന്ന് സ്വയം സന്തോഷിച്ചു. കുഞ്ഞ് ജനിച്ചതോ അവൻ്റെ വളർച്ചയോ സഞ്ജയ് അറിഞ്ഞില്ല. ഞാൻ അറിയിച്ചതുമില്ല. കാരണം ആ മനസ്സിലൊരിക്കലും ഞാനില്ലായിരുന്നു. പിന്നെ ആളിപ്പോൾ എവിടെയാണെന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സഞ്ജയ്ക്ക് അറിയില്ലായിരുന്നു ഈ കുഞ്ഞ് സഞ്ജയുടെ ആയിരുന്നു എന്ന്. പല്ലവി അവളോട് ചോദിച്ചു. അറിയാമായിരുന്നുവെങ്കിൽ പിന്നെ വീണ്ടും എന്തിനാ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നത്? എൻ്റെ മിത്തുമോളെ കൊല്ലുമെന്ന് പറഞ്ഞത്, എന്നെ കണ്ണേട്ടിൽ നിന്നും അകറ്റുമെന്ന് പറഞ്ഞതൊക്കെ, അതൊക്കെ എന്തിനായിരുന്നു?